താമസിക്കുന്നതിന് വേണ്ടിയാണ്, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. നമുക്കറിയാം വലിയ പള്ളികളുണ്ട്, അവിടെ കൂടുതൽ വിവാഹവും മാമോദിസ നടക്കാറുണ്ട്. പക്ഷെ ചില പള്ളികളൊക്കെ എങ്ങനെയാ ഭക്ഷണത്തിരിക്കുന്ന മാമോദിസ നടക്കാറുണ്ട് അല്ലേ, അങ്ങനത്തെ പള്ളികളുണ്ട്. പക്ഷെ അവിടെയും വൈദ്യർ താമസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? രാവിലെ ഒരു ബലി അർപ്പിക്കുന്നതിന് വേണ്ടി അല്ലേ. ഈശോ പറഞ്ഞ ആ വാക്കിന്റെ വിലയെ, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് കർത്താവ് അറിഞ്ഞോ അറിയാതെയോ 3 വാക്കുകൾ പറഞ്ഞുപോയി. അതുകൊണ്ടെന്താണ് ഇന്ന് പള്ളിയോട് ചേർന്ന അത്താരങ്ങൾ, നമുക്കറിയാം അത്താരം പണി ബന്ധൂരം ശ്രദ്ധയോടെ പണിയുന്നത് അല്ലേ. അതെല്ലാം എന്തിനു വേണ്ടിയാ? ബലിയർപ്പിക്കാൻ വേണ്ടിയാ അല്ലേ. ബലിയർപ്പണം ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? വിവാഹം ഉണ്ടെങ്കിൽ 2 മേശ വേണം അല്ലേ, 2 കസേര വേണം. ഒരു കുമ്പസാരം ഉണ്ടെങ്കിൽ എന്നാ, ഒരു കസേര വേണം, ഒരു ഉറാറ വേണം, അച്ഛൻ വേണം അല്ലെ, എത്രയല്ലേ ഉള്ളു. പക്ഷേ ബലിയർപ്പിക്കണമെങ്കിൽ ഈ കർത്താവിന്റെ വാക്കുകൾ, ഞാൻ സത്യം പറഞ്ഞാല് ഇനി ഇസ്രായേലില് യെസ്രയെ കാണാൻ പോയപ്പോഴാണ് യേശുവിന്റെ വാക്കിന്റെ വില മനസ്സിലാക്കിയത്. കാരണം കർത്താവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളി. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു, അവിടെ ഒരു പള്ളി. ഈശോ കരഞ്ഞു എവിടെയാ? ഈശോ കരയുന്നുണ്ട്. ഈശോ കരയുന്ന ഭാഗത്ത് കണ്ണീരിന്റെ ആകൃതിയുള്ള പള്ളി. മനസ്സിലായില്ലേ? അപ്പൊ ഈശോ ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഈശോയുടെ സ്ഥാനം എടുക്കുന്ന വെറും മരുപ്രദേശങ്ങളാണ്. ഞാൻ ഇവിടെ ഇസ്രായേലിലേക്ക് പോയപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയിലാണ്. 2 അനുഭവങ്ങൾ ചെന്ന് അമ്മാൻ എന്ന സ്ഥലത്ത് നിന്ന് മണിക്കൂർ 1 കിലോമീറ്റർ 100 കിലോമീറ്റർ പോകുന്ന സ്പീഡിൽ പോകുന്ന ബസ്സിൽ മണിക്കൂറിൽ പോകണം. അപ്പൊ എല്ലാം ഇങ്ങനെ മരുഭൂമികളാണ്, മരുഭൂമികൾ മാത്രമേ കാണില്ല, മണിക്കൂറുകൾ. പക്ഷേ ഇവിടുത്തെ പോലെ 13 ബസ്സൊന്നും അല്ല, 15 സ്പീഡ് ബസ് വേണം. പക്ഷെ ഇത്രയും ഭാഗത്ത് മാത്രം ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇടതു നിൽക്കുന്ന മരങ്ങൾ, മോശ കണ്ട് പാറ അടിച്ചപ്പിടിക്കുക വെള്ളം വന്ന സ്ഥലമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥലമാണ്. അത് ഇന്നും ഉണ്ട് അതുപോലെ. ആ സ്ഥലം ഇന്നും അതുപോലെ അവിടെ മാത്രം പച്ചപ്പുറങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നെ അനുഭവത്തിൽ വേറെ സംഭവം, ഈശോനിശിക നടന്ന സ്ഥലങ്ങൾ എല്ലാം ഇങ്ങനെ കെട്ടിടങ്ങളും നദികളും എല്ലാം വളരെ മനോഹരമാണ്. പിന്നെ ഈശോ സ്ഥലമാണല്ലോ അതെല്ലാം, അതെല്ലാം മനോഹരമാണ്. പക്ഷേ സ്ഥലം വാങ്ങിയില്ലേ നമ്മുടെ യുദാസിന്റെ പൈസ ഇറക്കിയിട്ട് അതുകൊണ്ട് വെള്ളിക്കശോന്റെ കുറച്ച് പേരല്ല ആ സ്ഥലം, എത്ര സ്ഥലം ഉണ്ടത്, അവിടെ ഒരു പൂച്ചക്കാള് പോലും കയറുകയില്ല, അവിടെ ഒരു ഭീകരം പോലും കയറുകയില്ല, അവിടെ ഒരു പുല്ല് പോലും ഇല്ല. അവിടെ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ബലത്തിൽ അവിടെ ചെയ്യാൻ ഓർത്തിയാനെ ഇങ്ങനെ ഹൃദയം സന്തോഷിച്ച് ഞാൻ കഴിഞ്ഞു. അപ്പൊ ഈശോ ഇങ്ങനെ വാചകം, ഈശോയുടെ വാക്കിന്റെ വിലയെ ഓർക്കുകയാണ്. ഇവിടെയുള്ളവരെ വിശുദ്ധ കുർബാനെ പറ്റി ഒന്ന് ഓർക്കുകയാണ്. വിശുദ്ധ കുർബാനെ പറ്റി അച്ഛനെ കുറെ പറ്റി എനിക്ക് തോന്നുന്നല്ലേ. നമുക്കറിയാം എല്ലാ ഉദാശകളുടെയും മകുടമാണ് വിശുദ്ധ കുർബാന. ഉദാശകളുടെ ആരാധനയുടെ ആരാധനയുമാണ് വിശുദ്ധ കുർബാന അല്ലേ.